اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 66-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മിൻ ജഹ്ലിൽ മുരീദി, ഒരു മുരീദിന്റെ വിവരക്കേടിൽപ്പെട്ടതാണ്, അൻ യുസീ അൽ അദബ, അവന്റെ ജീവിത മര്യാദ മോശമാവുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അദബുകേട് സംഭവിക്കുക എന്നുള്ളത്. എന്നിട്ടോ ഫതുഅഖറൽ ഉഖൂബത്തു അൻഹു, അവനെ തൊട്ട് അള്ളാഹുവിന്റെ ശിക്ഷ അത് പിന്തപ്പെടുന്നുണ്ട്. മിൻ ജഹ്ലിൽ മുരീദി, ഒരു മുരീദിന്റെ വിവരക്കേടിൽപ്പെട്ടതാണ്, അൻ യുസീ അൽ അദബ, മര്യാദകേട് സംഭവിക്കുക എന്നുള്ളത്. എന്നിട്ടോ ഫതുഅഖറൽ ഉഖൂബത്തു അൻഹു, അവനെ തൊട്ട് ശിക്ഷ പിന്തപ്പെടുന്നുണ്ട്. എന്നിട്ട് ഫയഖൂൽ, അവൻ പറയണെന്ത്, ലൗ കാന ഹാദാ സൂഅ അദബിൻ, ഞാനീ ചെയ്യുന്നത് ഒരു മോശമായ അദബുകേടാണെങ്കിൽ, ലഖതഅൽ ഇംദാദ, അള്ളാഹുവിന്റെ സഹായം എനിക്ക് മുറിയണ്ടേ, വഔജബൽ ഇബ്ആദ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ അകൽച്ച എനിക്ക് നിർബന്ധമാകണ്ടേ, അത് രണ്ടും എനിക്ക് ഉണ്ടാകണില്ലല്ലോ. ഇങ്ങനെ ഒരാള് ഒരു മുരീദ് പറയുക എന്നുള്ളത് ഒരു മുരീദിന്റെ എന്തിൽപ്പെട്ടതാണ്, വിവരക്കേടിൽപ്പെട്ടതാണ്. ഒരു മുരീദ് പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അദബാണ്. തസവുഫ് എന്ന് പറയുന്നത് തന്നെ അദബാണ്. തസവുഫ് മുഴുവനായും അദബാണ്. മഹാന്മാരാകുന്ന ആളുകളൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയത് മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഒരു സാലിക്കായ ഒരു വ്യക്തി ഒരു ആരിഫിന്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ ആദ്യം അവന്റെ ഭാഗത്തുനിന്ന് അടിത്തറയായി ഉണ്ടാവേണ്ടത് അദബ് തന്നെയാണ്. ആ അദബുകേട് ഓന്റെ ഭാഗത്തുനിന്ന് വരിക, എന്നിട്ടോ അവനക്ക് ശിക്ഷയൊന്നും അല്ലാഹുത്താല നൽകുന്നില്ല. എന്നിട്ടോ അവൻ പറയാണ്, ഞാനീ ചെയ്യുന്നത് ഇപ്പൊ ഒരു മര്യാദകേടാണെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ സഹായം മുറിയണ്ടേ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അകൽച്ച എന്റെ ഭാഗത്തേക്ക് വരണ്ടേ, അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടാകണില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖദ് യഖ്തഉൽ മദദ അൻഹു മിൻ ഹൈസു ലാ യശ്ഉറു, ഫഖദ് യഖ്തഉൽ മദദ അൻഹു, അവനെ തൊട്ട് അള്ളാഹുവിന്റെ സഹായം ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, മുറിയാൻ സാധ്യതയുണ്ട്. മിൻ ഹൈസു ലാ യശ്ഉറു, പക്ഷേ അതവൻ അറിയില്ല. അള്ളാഹുവിന്റെ സഹായം മുറിയുന്നുണ്ട്, അള്ളാഹുവിന്റെ പിന്തുണ മുറിയുന്നുണ്ട് എന്ന് അവനെ എന്ത് ചെയ്യുന്നില്ല, അറിയില്ല. ചിലപ്പോൾ അള്ളാഹു താല അത് എടുത്തു കളയും. അത് വലൗലം യക്കുൻ ഇല്ലാ മൻഅൽ മസീദി, അത് പുരോഗതി തടയുക എന്നതാണെങ്കിലും ശരി, അവനക്കുണ്ടാകുന്ന പുരോഗതി ഉണ്ടല്ലോ, ആ നിന്ന നിൽപ്പിൽ അവനിങ്ങനെ നിൽക്കുകയാണ്, അതിലൊരു പുരോഗതി ഉണ്ടാകണില്ല. ചിലപ്പോൾ അള്ളാഹുവിന്റെ സഹായം മുറിയുന്നത് ആ ഭാഗത്തിലൂടെ. കാരണം ഒരാൾ ഒരുപാട് ഔറാദുകൾ ചെല്ലുന്നുണ്ട്, റിയാദ് വീട്ടുന്നുണ്ട്, മുറാഖബ നടത്തുന്നുണ്ട്, ഖൽവത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും അവനക്ക് എന്ത് ചെയ്യുന്നില്ല, ആത്മീയമായൊരു പുരോഗതി ഉണ്ടാകുന്നില്ല. പുരോഗതി തടയാണ്. ആ പുരോഗതി തടയുക എന്നുള്ളത് തന്നെ എന്തിന്റെ അടയാളാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ സഹായം മുറിച്ചു എന്നതിന്റെ അടയാളാണ്.
വഖദ് യുഖാമു, ചിലപ്പോൾ അവന് നിർത്തപ്പെടും, മഖാമൽ ബുഅദി, അകൽച്ചയുടെ സ്ഥാനത്ത് അല്ലാഹു തആല അവനെ നിർത്തപ്പെടും. പക്ഷേ വഹുവലായതിരി, അതവനക്കറിയില്ല. ഞാൻ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകന്നിട്ടാണ്, അള്ളാഹു എന്നെ ഒരുപാട് അകറ്റിയിട്ടുണ്ട് എന്നാ മനുഷ്യൻ അറിയുന്നില്ല. അതെങ്ങനെയാണെങ്കിലും ശരി, വലൗലം യക്കുൻ ഇല്ല അൻ യുഖല്ലിയക മാ തുരീദു, ആ മുരീദ് ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ, അവൻ ഉദ്ദേശിക്കുന്ന ഇച്ഛയിലൂടെ അല്ലാഹു തആല അവനെ ഒഴിച്ചു വിട്ടിട്ടാണെങ്കിലും ശരി, ഇവൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇവൻ ഏത് വഴിയാണോ സഞ്ചരിക്കുന്നത്, ആ വഴിയെ അല്ലാഹു തആല അവനെ ഒഴിവാക്കി വിടുക. അത് അവനക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. അല്ലാഹു തആല അവനിൽ നിന്ന് ഒരുപാട് അകന്നു എന്നുള്ളതിന്റെ അടയാളാണ്. പക്ഷെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകണില്ല. ഇതൊക്കെ ഒരു മുരീദിന്റെ എന്തിൽപ്പെട്ടതാണ്? വിവരക്കേടിൽപ്പെട്ടതാണ്. അപ്പോ പ്രധാനമായും ഒരു മുരീദ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവനിന്ന് മര്യാദകേട് സംഭവിക്കുക എന്ന് പറയുന്ന വിഷയം ഉണ്ടാകാൻ പാടില്ല. ഈ മര്യാദകേട് സംഭവിക്കുന്ന ആൾക്ക് ഞാൻ ചെയ്യുന്നത് മര്യാദകേടാണ് എന്ന് ചിലപ്പോൾ ഒരു പക്ഷെ അറിയാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം. അവന്റെ വിചാരം, ഞാൻ ഒരുപാട് മുറാക്കബ നടത്തുന്ന ആളാണ്, ഖൽവത്തിലിരിക്കുന്ന ആളാണ്, ഞാൻ ഒരുപാട് ഔറാദുകൾ ചെല്ലുന്ന ആളാണ്, മജ്ലിസ് നടത്തുന്ന ആളാണ് എന്ന് വിചാരിച്ച് അവനിങ്ങനെ പോവുകയാണ്. ഓൻ ഇപ്പോൾ വലിയ മക്കാമിലാണ്. ഞാൻ ഇപ്പം നുജബായിൽ നിന്ന് നുഖബായിലേക്ക് എത്തിയിട്ടുണ്ടാവും, അവിടുന്ന് അബ്ദാലിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഒരു മനസ്സിലും അങ്ങനെ കണക്ക് കൂട്ടിക്ക. പക്ഷെ അവൻ അറിയാതെ അള്ളാഹുവിൻ്റെ സഹായം അവനക്ക് മുറിയുന്നുണ്ട്. അത് ചിലപ്പോൾ എന്തായിരിക്കാം? അവൻ്റെ ഉയർച്ചയെ അള്ളാഹു താല തടയുന്ന രൂപത്തിലായിരിക്കാം. അള്ളാഹുവിൽ നിന്ന് അവൻ ഒരുപാട് അകന്നിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയായിരിക്കാം? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന, ആ വ്യക്തി ഉദ്ദേശിക്കുന്ന വഴിയെ അവൻ അങ്ങോട്ട് അയച്ചു വിടുക. അത് ഓനക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയായിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ഇവിടെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, അദബുകൾ 3 ആളുകളോടുള്ള അദബുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള അദബ്, 2 ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദബ്, 3-മത്തത് ഷെയ്ഖിനോട് കൂടെ ഉണ്ടാകുമ്പോൾ ഉള്ള അദബ്. ബഹുമാനപ്പെട്ട അല്ലമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഖാദുൽ ഹിമമിൽ വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിനോട് ഒരു മുരീദ് പാലിക്കേണ്ട മര്യാദ. അത് 3 സ്റ്റേജിലായിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയുന്നത്. ഒന്ന്, അവാമിന്റെ സ്റ്റേജിലാകുമ്പോൾ ഒരു വ്യക്തി അള്ളാഹിനോട് പാലിക്കേണ്ട മര്യാദ എന്താണ്? ഒന്ന്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിക്കുക. അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇതാണ് സാധാരണക്കാരനാകുന്ന അവാമാകുന്ന ഒരാൾ എന്ത് ചെയ്യേണ്ടത്, അവാമാകുന്ന ഒരു മുരീദ് ചെയ്യേണ്ടത്. അള്ളാഹു താല ഏതൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചോ അത് പൂർണ്ണമായി നിർവഹിക്കുക. ഏതൊക്കെ കാര്യങ്ങൾ അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞോ അത് പൂർണ്ണമായി ഒഴിവാക്കുക. ഈ കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ 2-മത്തെ ഒരു സ്റ്റേജിൽ ഒരു അദബുണ്ട്. എന്താണത്? ധാരാളം അള്ളാഹു താലാക്ക് ധാരാളം ദിക്ർ ചെല്ലുക. അവന്റെ ഹൃദയത്തിൽ മുഴുവൻ അള്ളാഹു മാത്രമാവുക. ഹൃദയത്തിൽ അള്ളാഹുവിനോട് അപാരമായ മഹബ്ബത്തുണ്ടാവുക. ഇത് അള്ളാഹുവിനോട് പാലിക്കേണ്ട മര്യാദയുടെ 2-മത്തെ സ്റ്റേജാണ്. കാരണം അള്ളാഹു താല പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുകയും അള്ളാഹു താല പറഞ്ഞ കാര്യങ്ങൾ, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്താൽ പിന്നെ അവൻ പൂർണ്ണമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തണം. അവന്റെ ഹൃദയത്തിൽ അള്ളാഹു മാത്രമാകണം. ഹൃദയത്തിൽ അള്ളാഹു തന്ന നിഅമത്തുകൾ ആലോചിച്ചിട്ട് അപാരമായ മഹബ്ബത്ത് അള്ളാഹുവിനോട് വേണം. ഇത് 2-മത്തെ സ്റ്റേജിലുള്ളതായ അദബാണ്. ഇനി 3-മത്തെ സ്റ്റേജിലുള്ള അദബ്, അള്ളാഹുവിനോടൊപ്പം പാലിക്കേണ്ടത് വദവാമു മഅരിഫതിഹി ഫീ തജല്ലിയാത്തിൽ ജലാലി വൽ ജമാൽ. പൂർണ്ണമായും മഅരിഫത്തിനെ ദായിമാക്കുക. എപ്പോഴും അല്ലാഹ് എന്നുള്ള ചിന്ത മാത്രം,
ആ ദിവ്യപ്രകാശത്തിൽ ലയിച്ചങ്ങ് ജീവിക്കുക. അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും തജല്ലിയാത്തുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അതിൽ പൂർണ്ണമായും മുഴുകി അങ്ങ് ജീവിക്കുക. അല്ലാത്ത സകല വസ്തുക്കളെയും ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കി വെറും അള്ളാഹുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് അവൻ അള്ളാഹുവിനോട് പാലിക്കേണ്ട മര്യാദ പൂർണ്ണമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആദ്യത്തെ സ്റ്റേജിലുള്ള അദബന്നെ നമ്മൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുക, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഏറ്റവും ചെറിയ അദബ് പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനോട് പാലിച്ചിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ സ്റ്റേജ് ഏതാന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് ആദാബു മഅ റസൂലിഹി, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാലിക്കേണ്ട മര്യാദകളാണ്. അതിലേറ്റവും താഴേക്കടയിലുള്ളത് ഇത്തിബാഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അത് പൂർണ്ണമായിട്ടും പിൻപറ്റുക. ബഹുമാനപ്പെട്ട മുത്തബിഉ സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വേള ഒരു കഴുതപ്പുറത്ത് കയറി ബഹുമാനപ്പെട്ടവർ ഒന്ന് ചിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ മറ്റു സഹാബികൾ ചോദിച്ചു അബ്ദുല്ലാഹിബ്നു ഉമറിനോട്, അല്ല നിങ്ങൾ എന്താണ് ഇപ്പൊ ഈ കഴുതപ്പുറത്ത് കയറി ചിരിക്കണത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്താന്ന് ചോദിക്കരുത്, അള്ളാന്റെ റസൂൽ ഒരിക്കൽ കഴുതപ്പുറത്ത് കയറി ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിനെ ഇത്തിബാഅ് ചെയ്തതാണ്. അതായിരുന്നു സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അവനെക്കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ആവോളം വർണ്ണിച്ചു പറയാനുള്ള കാരണം അവർ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹിനോടുകൂടെ പാലിക്കേണ്ട ഒരു മുരീദിന്റെ മര്യാദയുടെ ഒന്നാം ഘട്ടം റസൂലുള്ളാഹിന്റെ ചര്യ പിന്തുടരുകയും ദീനിലില്ലാത്ത കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ മര്യാദ. ഇനി രണ്ടാമത്തെ സ്റ്റേജിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുകയും വത്തഖല്ലുഖ് ബി അഖ്ലാഖിഹി, നമ്മളെ സ്വഭാവം അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമായി മാറണം. നമ്മൾ ചിരിക്കുമ്പോൾ അത് റസൂലുള്ള ചിരിച്ചതുപോലെ ആവണം. നമ്മൾ സംസാരിക്കുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ സംസാരം പോലെ ആവണം. നമ്മൾ ഓരോ ഹറക്കാത്ത് സക്കനാത്തിലും ഹഖീഖത്ത് മുഹമ്മദിയത്ത് നിഴലിച്ചു നിൽക്കുക. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുക. ഇതാണ് റസൂലുള്ളാഹിനോട് പാലിക്കേണ്ട രണ്ടാമത്തെ മര്യാദ. ഇനി അതിന്റെ മൂന്നാമത്തെ സ്റ്റേജ്, ഹൃദയത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. ആ റസൂലുള്ളാഹിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോട് വല്ലാത്ത മഹബ്ബത്തുണ്ടാവുക. ആ റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് മുഹമ്മദിയത്ത്, ആ നൂർ മുഹമ്മദി അത് ഹൃദയം കൊണ്ട് ദർശിച്ചുകൊണ്ട് ജീവിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദി അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർഫത ഐൻ, ഒരു സെക്കൻഡ് പോലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിൽ നിന്ന് മറയുന്നില്ല. എന്നിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഒരു സെക്കൻഡ് മറഞ്ഞാൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു പറയാം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ റസൂലുള്ളാഹിനോട് കൂടെ നമ്മൾ പാലിക്കേണ്ട മൂന്നാമത്തെ മര്യാദകളും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പൂർത്തിയാക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി അള്ളാഹിനോട് കൂടെ പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞു കഴിഞ്ഞു, റസൂലുള്ളാഹിനോടൊപ്പം പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശൈഖിനോട് കൂടെ പാലിക്കേണ്ട മര്യാദ. അത് മഹാന്മാര് പറയുന്നു, ശൈഖിനോട് കൂടെ പാലിക്കേണ്ട മര്യാദ അത് ലാഹിറുണ്ട് ബാത്തിനുണ്ട്. ലാഹിർ 4 ഉണ്ട്, നമുക്കത് പറയാം. ഒന്നാമത്തത്, ശൈഖ് എന്ത് പറഞ്ഞുവോ അത് പൂർണ്ണമായി പിൻപറ്റണം. ഒരു പക്ഷേ നമ്മുടെ ചിന്തയിൽ ഒരു ശൈഖ് ചെയ്യുന്നത് ചിലപ്പോ ലാഹിറിനോട് എതിരേക്കാരം.
എന്നാൽ പോലും ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി പിൻപറ്റുന്നവനായിരിക്കണം ആര്? മുരീദ്. അതുപോലെ ഷെയ്ഖ് എന്താണ് ഒഴിവാക്കാൻ പറഞ്ഞത് അത് പൂർണ്ണമായും ഒഴിവാക്കുന്നവനായിരിക്കണം ആര്? ഒരു മുരീദ്. രണ്ടാമത്തത്, ഒരു ഷെയ്ഖിൻ അസ്സകീനത്തു വൽ വഖാർ ഫിൽ ജുലൂസി ബൈന യദൈഹി, ഷെയ്ഖിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതൊരു സമാധാനത്തോടുകൂടെയും വഖാറോടുകൂടെയുമാണ് ഒരു മുരീദ് ഇരിക്കേണ്ടത്. ഒരിക്കലും ഷെയ്ഖിന്റെ സദസ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല? ചിരിക്കാൻ പാടില്ല, ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല, ഷെയ്ഖ് കടക്കുന്ന വിരിപ്പിൽ കയറി കടക്കാൻ പാടില്ല, ഷെയ്ഖിന്റെ മുമ്പിൽ നടക്കാൻ പാടില്ല. അതൊക്കെ സൂഉൽ അദബിൽപ്പെട്ടതാണ്, മര്യാദകേടിൽപ്പെട്ടതാണ്. ഇപ്പൊ എൻ്റെ ഒരു ഉപ്പാപ്പുണ്ട്, ബഹുമാനപ്പെട്ട കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ, വലിയുല്ലാഹി കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവര് നാട്ടിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ശിഷ്യന്മാര് അദ്ദേഹം ദർസ് നടത്തുന്ന സ്ഥലത്ത് ഒരു ബറക്കത്തിന് വേണ്ടി കടന്നു. അന്ന് രാത്രി അവർ കിടക്കുന്ന സന്ദർഭത്തിൽ ജിന്നുകളുടെ ശല്യം ഉണ്ടാവുകയും ഉസ്താദ് കിടക്കുന്ന സ്ഥലത്ത് കിടക്കുന്നത് മര്യാദകേടല്ലേ എന്ന് അവരോട് പറയുകയും ചെയ്തു എന്ന് എൻ്റെ ഉമ്മ വഴിയിലൂടെ എനിക്ക് ആ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. മഹാന്മാരാകുന്ന ആളുകളെ ഇരിക്കുന്ന വിരിപ്പിലിരിക്കുക, അവരെ അവര് കിടക്കുന്ന വിരപ്പിൽ കിടക്കുക, അതൊക്കെ ഒരു മര്യാദകേടായിട്ടാണ് ബഹുമാന്യരായ പണ്ഡിതന്മാർ, ആരിഫീങ്ങളാകുന്ന ആളുകളൊക്കെ വരെ കിതാബിൽ രേഖപ്പെടുത്തുന്നത്. അത് ഉണ്ടാകാൻ പാടില്ല. അത്രയും സൂക്ഷ്മതയുള്ളവനായിരിക്കണം ഒരു മുരീദ്. ഇനി മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് അൽ മുബാദറത്തു ഇലാ ഖിദ്മതിഹി ബിഖദരിൽ ഇംകാനി ബിനഫ്സിഹി ഔ ബിമാലിഹി ഔ ബിഖൗലിഹി. ഒരു മുരീദ് ഷെയ്ഖിന് ഖിദ്മത്ത് ചെയ്യാനുള്ള സന്നദ്ധത അവനിൽ ഉണ്ടാവണം. അത് സ്വന്തം നഫ്സ് കൊണ്ട്, സ്വന്തം ശരീരം കൊണ്ട് എന്തൊക്കെ ഷെയ്ഖിന് ചെയ്യാൻ പറ്റും, സ്വന്തം സമ്പത്ത് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്വന്തം വാക്ക് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഖിദ്മത്ത്, ഖുർബത്ത്, വുസുലത്ത് എന്നാണ്. ഖിദ്മത്തിലൂടെയാണ് ഒരാൾക്ക് വുസുലത്തിലേക്ക് എത്താൻ കഴിയുക. അപ്പോ ഖിദ്മത്തു റിജാലി, ഒരു ആരിഫീങ്ങളാകുന്ന ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് സബബുൽ വിസാൽ, അത് അള്ളാഹുവിലേക്ക് വിസാലാകുന്നതിനേക്കുള്ള കാരണമായി മഹാരഥന്മാരാകുന്ന ആളുകൾ ഇവിടെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തത് ഷെയ്ഖിന് പൂർണ്ണമായും ഖിദ്മത്ത് ചെയ്യുന്നവനായിരിക്കണം, എന്തും സമർപ്പിക്കുന്നവനായിരിക്കണം. നാലാമത്തത് പൂർണ്ണമായും ഷെയ്ഖിന്റെ ഹളറത്തിലായിരിക്കണം അവൻ ഉണ്ടാവേണ്ടത്. എപ്പോഴും ഷെയ്ഖിനുമായുള്ള ബന്ധം, ഹൃദയബന്ധം എപ്പോഴും അവൻ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. വേറെ അവന്റെ ഹൃദയത്തിലേക്ക് മറ്റൊന്നും കടന്നു വരാതെ നല്ലോണം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എപ്പോഴും ഷെയ്ഖിന്റെ മജ്ലിസിനെ എന്ത് ചെയ്യണം? നിത്യമാക്കണം. ഇതാണ് ലാഹിറായ 4 മര്യാദകൾ ഒരു മുരീദ് പാലിക്കേണ്ടത്. ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ബാത്തിനിയായി ഒരു മുരീദ് പാലിക്കേണ്ട മര്യാദകൾ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 1, ഷെയ്ഖിനെ പൂർണ്ണമായും വിശ്വാസമുള്ളവനായിരിക്കണം. അവന്റെ ഹൃദയത്തിൽ യഖീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കണം. അവന്റെ ആ ഇഅ്തിഖാദിന്, വിശ്വാസത്തിനക്ക് പരിപൂർണത വേണം. തന്റെ ഷെയ്ഖ് എനിക്ക് എല്ലാ നിലക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്, ശരീഅത്തും ഹഖീഖത്തും ഒരുമിച്ച് കൂട്ടിയ ആളാണ് എൻ്റെ ഷെയ്ഖ്, ഹഖീഖത്തിൽ മുങ്ങിയ ആളാണ് എൻ്റെ ഷെയ്ഖ്, റസൂലുള്ളാന്റെ വാരിസാണ്, റസൂലുള്ളാന്റെ ഖദമിലാണ് എന്ന് ഉള്ള പൂർണ്ണ വിശ്വാസം ആർക്ക് വേണം? ഒരു മുരീദിന് വേണം. രണ്ടാമത്തത്, ഷെയ്ഖ് ഉണ്ടാവട്ടെ, ഹളറത്തിൽ ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, ഗായിബൻ വഹാളറ, എപ്പോഴും മനസ്സിൽ ഷെയ്ഖിനോട് നന്നായിട്ട് ബഹുമാനം വേണം, ഹുർമത്ത് വേണം, ഹൃദയത്തിൽ വല്ലാത്ത മഹബത്ത് വേണം. കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ ഹൃദയപ്രകാശം കെട്ടുപോയി, എൻ്റെ ഹൃദയപ്രകാശം കെട്ടുപോയി. മാത്രല്ല യഥാർത്ഥ സത്യസന്ധനായിരിക്കണം ആര്? ഒരു മുരീദ്. മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നു ഫമൻ ഒരുത്തൻ ലാ സിദ്ഖ ലഹു ലാ സൈറ ലഹു, ഒരാൾക്ക് സത്യസന്ധത ഇല്ലെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ വഴിയെ സഞ്ചരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അവൻ 1000 കൊല്ലം ഒരു ഷെയ്ഖിന്റെ കൂടെ ജീവിച്ചാലും ശരിയതാണ്, ആ സിദ്ഖ് അവനിൽ ഉണ്ടാവണം. ഇനി മൂന്നാമത്തത്,
ഒരിക്കലും ഒരു റിയാസത്ത് ആഗ്രഹിക്കാൻ പാടില്ല. ഞാൻ ഷെയ്ഖ് ഇരുന്ന സ്ഥലത്ത് എനിക്ക് ഇരിക്കണം, ഷെയ്ഖിന്റെ ഇൽമ എനിക്ക് കിട്ടണം, ഷെയ്ഖ് ചെയ്യുന്നത് പോലത്തെ അമൽ എനിക്ക് കിട്ടണം. അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. അവന്റെ അഖലും അവന്റെ ഇൽമും അവന്റെ അമലും അത് പൂർണ്ണമായി ഷെയ്ഖിനിക്ക് അങ്ങ് സമർപ്പിക്കണം. ഒരു മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളെ മുമ്പിൽ കിടക്കുന്ന മയ്യിത്തിനെ പോലെ അവനെല്ലാം ഷെയ്ഖിലേക്ക് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ആ ഒരു രൂപം ഉണ്ടാകുമ്പോഴേ അവനക്ക് എന്തുണ്ടാവുള്ളൂ? ഷെയ്ഖിൽ നിന്നുള്ളതായ മദദ് ഉണ്ടാവുള്ളൂ. ഇനി നാലാമത്തത്, ഒരിക്കലും ആദമുൽ ഇന്തിഖാലി അൻഹു ഇലാ ഗൈരിഹി. ഒരു മുറബ്ബിയായ ഷെയ്ഖിന് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ചിന്ത പോകാൻ പാടില്ല. മറ്റൊരു മഹാനിലേക്കും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ചിന്ത പോകാൻ പാടില്ല. ഞാനൊരു തസവുഫിന്റെ കിതാബിൽ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരു ഷെയ്ഖിന്റെ മുരീദ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പിന്നെ എതിരെങ്ങനെ മുഖാബിലയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഗൗസുൽ ആലമിനെ കണ്ടപ്പോ ഈ മുരീദ് നേരെ തിരിഞ്ഞു നടന്നു. ആ സമയത്ത് ഗൗസുൽ ആലം തന്റെ മുരീദന്മാരെ വിട്ടിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ കണ്ടിട്ട് എന്തിനാണ് അദ്ദേഹം കാണാത്ത മാതിരി തിരിഞ്ഞു പോയത്? അപ്പൊ ആ മുരീദ് പറഞ്ഞു എന്നാണ്, എന്റെ ഷെയ്ഖ് ഗൗസുൽ ആലമിന്റെ അത്ര ഷുഹറത്തൊന്നും ഇല്ലാത്ത ആളാണ്, അത്ര വലിയ ഒരു ദർജയിലേക്കൊന്നും എത്താത്ത ആളാണ്. അപ്പൊ ഞാനെങ്ങാനും ഗൗസുൽ ആലമിനെ കണ്ടിട്ട് എന്റെ മനസ്സ് അദ്ദേഹത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ടു എന്നാ. അപ്പൊ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറഞ്ഞു, എന്നാൽ ഞാൻ ആ മുരീദിന്റെയും ഷെയ്ഖിന്റെയും ദർജ എത്രയോ ഉയർത്തിയിട്ടുണ്ട്. അപ്പോ സ്വന്തം ഷെയ്ഖ് ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരിലേക്ക് ചിന്ത പോകുന്നത് അത് സ്വന്തം ഷെയ്ഖിനോട് കാണിക്കുന്ന അദബുകേടാണ്. അത് സൂഉൽ ഖാത്തിമക്ക് വരെ കാരണമാകും. അപ്പൊ ഈ ബാത്തിനിയായ 4 നിബന്ധനകളും ലാഹിരിയായ 4 നിബന്ധനകളും ഒരു മുരീദ് പാലിക്കുമ്പോഴേ ഷെയ്ഖിന്റെ ഭാഗത്തു നിന്നുള്ളതായ തർബിയത്തും അതുപോലെ മദദും അവനിൽ ഉണ്ടാവുള്ളൂ. ഇതിനെതിരായി വല്ല കാര്യങ്ങളും വന്നാൽ അതൊക്കെ ഒരു മുരീദിന്റെ വിവരക്കേടിൽപ്പെട്ടതാണ്. ആ മുരീദ് മനസ്സിലാക്കണം, ആ മുരീദ് പ്രത്യേകമായി മനസ്സിലാക്കണം, ഏത് തർബിയത്തിന്റെ ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്താലും ഷെയ്ഖ് പറഞ്ഞ രൂപത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അവൻ അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ നിന്ന് അവനെ അകറ്റും, അള്ളാഹുവിന്റെ സഹായം നിർത്തലാക്കും. അത് ചിലപ്പോ അവന്റെ ആത്മീയ പുരോഗതി തടഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോ ഇവനക്ക് ഹറാമായ കാര്യങ്ങളിൽ സൗരവിഹാരം നടത്താനുള്ള കഴിവ് കൊടുത്തിട്ടായിരിക്കാം. അതൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതൊക്കെ മുരീദിന്റെ വിവരക്കേടാണ്. ഒരു യഥാർത്ഥ മുരീദാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിനോടുകൂടെ പാലിക്കേണ്ട മര്യാദകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ പാലിക്കേണ്ട മര്യാദകൾ, അതുപോലെ തന്നെ ഷെയ്ഖിനോടുകൂടെ പാലിക്കേണ്ട മര്യാദകൾ, ഇത് പൂർണ്ണമായും പിൻപറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.